നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടത് സർക്കാരെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ രാമന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി എം ജോൺ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിന്തറ്റിക് പ്രാതിനിധ്യത്തിൽ അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യതാ മാനദണ്ഡമാക്കിയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും വഖഫ് സ്വത്തുക്കൾ RSS BJP നേതാക്കൾക്ക് കീഴിൽ തീരെഴുതിയെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു. എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണം. കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് K നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എൻജിനീയേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടത് സർക്കാരെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. വൈദ്യുതി നമ്മളെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 1000 മെഗാവാട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വീടുകൾ വന്നു, സ്ഥാപനങ്ങൾ വന്നു, കൂടുതൽ ആളുകൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടി മഴ കുറഞ്ഞപ്പോൾ രണ്ട് കാര്യം. മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിലെ ഡാമുകളിലെ സംഭരണശേഷി ഗണ്യമായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ 60% ജലനിരപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 30-ൽ താഴെയായിട്ട് കുറഞ്ഞു. ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറയുകയും ഉപയോഗം 1000 മെഗാവായിട്ട് ഉയരുകയും ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെൻറ്റിന് 125 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വൈദ്യുതി കരാറുണ്ടാക്കി കേരളത്തിന് 4 രൂപ 29 പൈസയ്ക്ക് 465 മെഗാവാട്ട് കൂടി കിട്ടാനുള്ള ഒരു കരാറാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ലാരിയാടൻ മുഹമ്മദ് നടപ്പിൽ വരുത്തിയതെങ്കിൽ ആ കരാറിൻ്റെ ആനുകൂല്യം ആദ്യഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ LDF ഗവൺമെൻറ് ആ കരാർ റദ്ദാക്കാനാണ് അവർ പരിശ്രമിച്ചത്. ആ കരാർ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടാവുന്ന 465 മെഗാവാട്ട് കിട്ടുന്നില്ല. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്രാവശ്യത്തെ വേനൽക്കാലത്ത് കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂൺ മാസം പകുതിയോടുകൂടി മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അന്നത്തെ ഗവൺമെൻറ് കടം വാങ്ങി. ആ കടം വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ പുതിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും മടക്കി കൊടുക്കണം. ഇപ്പോൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ രാമന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി എം ജോൺ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിന്തറ്റിക് പ്രാതിനിധ്യത്തിൽ അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യതാ മാനദണ്ഡമാക്കിയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. ഏതെങ്കിലും ജില്ലയ്ക്ക് പ്രാതിനിധ്യമില്ല എന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയില്ലെന്നും മന്ത്രി റോജി എം ജോൺ കൂട്ടിച്ചേർത്തു. പോലീസ് അത് കൃത്യമായിട്ട് അതിന്റെ അന്വേഷണങ്ങൾ നടത്തി അതിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. കുടുംബത്തിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കും. പ്രത്യേകിച്ച് പട്ടികയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത്. സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ കാറ്റഗറി ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് വിവിധ പ്രിൻസിപ്പൽമാരുടെ അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്നത്.
നമ്മൾ സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച ഏതെങ്കിലും വ്യക്തിയുടെ യോഗ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ആർക്കെങ്കിലും ഉയർത്തി കാണിക്കാൻ സാധിക്കും? നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഈ സർവകലാശാലയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. CPIM വിലയ്ക്ക് വാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് സ്ഥാപിച്ച സ്തൂപവും കൊടിമരവുമാണ് നശിപ്പിച്ചത്. സംഭവസ്ഥലം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ തുടങ്ങിയവർ സന്ദർശിച്ചു. സംഭവത്തിൽ BJP പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിൽ CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. രാവണേശ്വരം തിടിൽ, തണ്ണോട്ട് തിടിൽ എന്ന സ്ഥലത്താണിപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇന്നലെ രാത്രി ഏതാനും സാമൂഹ്യ വിരുദ്ധർ CPIMന്റെ കൊടിമരവും അതുപോലെ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രവും അടങ്ങിയ സ്തൂപവും നശിപ്പിച്ചിരിക്കുകയാണ്. വളരെ സമാധാനപരമായിട്ടുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചിലർ ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്നത്. CPIMന് സ്തൂപം നശിപ്പിച്ചുകൊണ്ടോ പതാക എടുത്തുകൊണ്ടുപോയതുകൊണ്ടോ തകർക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ എത്രയോ കാലമായി ഈ പാർട്ടിയെ നിങ്ങൾ വേട്ടയാടുന്നു. തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരാജയവും വിജയവും എല്ലാം ഉണ്ടാകുന്നതാണ്. 100 വർഷത്തേക്ക് അധികാരത്തിൽ വരില്ല ഇനി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ നാടാണിവിടെ. 100 സീറ്റുമായി ആ വാക്കിൻ്റെ വാർത്ത വന്ന് മഷിയുണങ്ങുന്നതിന് മുമ്പ് അധികാരത്തിൽ വന്ന നാടാണ് കേരളം എന്നോർക്കുന്ന നന്ന്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. T രാജൻ അധ്യക്ഷത വഹിച്ചു. K രാജേന്ദ്രൻ, O മോഹനൻ, ദാമോദരൻ തണ്ണോട്ട്, A ശ്രീധരൻ, രതീഷ് വെള്ളന്തട്ട തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും വഖഫ് സ്വത്തുക്കൾ RSS BJP നേതാക്കൾക്ക് കീഴിൽ തീരെഴുതിയെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന INL കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും വഖഫ് സ്വത്തുക്കൾ RSS BJP നേതാക്കൾക്ക് കീഴിൽ തീരെഴുതിയെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന INL കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, മുസ്ലിം ലീഗ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇപ്പോൾ മന്ത്രിയുമായിരുന്ന KM ഷാജി അന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ UDFന് വോട്ട് ചെയ്യണം, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നായിരുന്നു. അത് കേട്ട് മുസ്ലിം ലീഗിനും UDFനും വോട്ട് ചെയ്ത ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ UDFൻ്റെ ഭരണത്തെ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുമായി UDFനകത്തും മന്ത്രിമാർക്കിടയിലും ഉണ്ടായിട്ടുള്ള അപസ്വരങ്ങൾ വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ദുഃഖമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ട് ആക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ യുവജന വിദ്യാർത്ഥി വിഭാഗം പറയുന്നത് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി പോലീസുകാരൻ്റെ അടികൊണ്ടും വെയിലും മഴയും കൊണ്ടും പ്രവർത്തിച്ച പ്രവർത്തകന്മാരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഇഷ്ടക്കാരെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഹനീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി കളനാട്, സംസ്ഥാന സെക്രട്ടറിമാരായ MA ലത്തീഫ്, EM ഇബ്രാഹിം, ജില്ലാ ട്രഷറർ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സംസ്ഥാന വുമൺസ് ലീഗ് ജനറൽ സെക്രട്ടറി ഹസീന,
ജനപ്രതിനിധികളായ റഷീദ ബേക്കൽ, ഷമീന മുഹമ്മദ്, PH ഹനീഫ് ബേക്കൽ, ഹനീഫ് കുന്നിൽ, IMCC ദുബായ് പ്രസിഡന്റ് മുസ്തഫ ഏരിയാൽ, NYL സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സലീം തലശ്ശേരി എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കളും ജനപ്രതിനിധികളും സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ NM അബ്ദുള്ള, M കുഞ്ഞുമൊയ്തീൻ ഹാജി, CH ഹസീനാർ, CK നാസർ കാഞ്ഞങ്ങാട്, ഖലീൽ ഏരിയാൽ, ഷമീർ നെല്ലിക്കട്ട, MK അബ്ബാസ്, മമ്മൂക്ക കോട്ടപ്പുറം, സിദ്ദീഖ് സന്തോഷ് നഗർ, സത്താർ കാഞ്ഞിരയിൽ, ഷംസുദ്ദീൻ അരിഞ്ചിറ എന്നിവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി AG ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണം. കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കേന്ദ്രത്തിന് കൊടുക്കുന്ന പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരുൾപ്പെടുത്തി ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരും എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള കാസർഗോഡ് ജില്ലയിൽ പെരിയയിൽ സ്ഥാപിക്കണമെന്ന് കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പാടിക്കാനത്ത് ശങ്കരനാരായണൻ ആണ്ടി നഗറിൽ നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ലഭിക്കുന്ന എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, അതാണ് നമ്മുടെ സ്വപ്നം. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഐക്യത്തോട് കൊണ്ടുപോകുന്നതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പഴയ ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദിയും കൈക്കൊള്ളുന്നത് എന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ 2 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ നാട്ടിനകത്ത് നമുക്കറിയാവുന്ന ഈ കാലഘട്ടത്തിലെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് ആയാലും BJP ആയാലും തൊഴിലാളി വർഗത്തെ എങ്ങനെ പട്ടിണിക്കിടാം എന്നാണ് ആലോചിക്കുന്നത്. തൊഴിലാളി വർഗത്തെ സഹായിക്കുന്ന ഒരു നടപടികളും കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ തൊഴിൽ അവകാശങ്ങൾ നമ്മൾ നിരവധി നമ്മുടെ മുൻ തലമുറ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ചവിട്ടി മെതിക്കുക. ഏരിയ പ്രസിഡന്റ് K ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VP രാജൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി രാജീവൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സന്തോഷ്, മോഹനൻ, ദാമോദരൻ തണ്ണോട്ട്, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റായി K ബാബുവിനെയും സെക്രട്ടറിയായി VP രാജനെയും വൈസ് പ്രസിഡന്റുമാരായി TV ചന്ദ്രൻ, കുഞ്ഞികൃഷ്ണൻ നാലപ്പാടം, ഉമേശൻ പാടിക്കാനം, ജോയിന്റ് സെക്രട്ടറിമാരായി മണി വാണിയമ്പാറ, അനിൽ AK എന്നിവരെയും ട്രഷററായി പ്രദീപനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് K നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റേഴ്സ് എന്റേണേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന 3000-ഓളം വരുന്ന അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു സർക്കാരിനും ആവില്ലെന്ന് K നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റേണേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ജോലിക്കൊരു വേതനം നമുക്ക് അത്യാവശ്യമാണ്. ആ വേതനം കാലാകാലങ്ങളിൽ അത് പുതുക്കി നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വം മാറി മാറി വരുന്ന സർക്കാരിനുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹനം. ഇവിടെ കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി ഇതിനകത്തൊരു മാറ്റങ്ങളില്ല എന്നാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത്. മാറ്റങ്ങളില്ലാതെ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ഒരു വെള്ള പേപ്പറിന് പോലും A4 ഷീറ്റ് നമുക്ക് ഉദ്ദേശിക്കുന്നത് 350 രൂപ, 360 രൂപയാണ്. അന്നുണ്ടായിരുന്ന 120, 130 ആ റേറ്റാണ്. ഒരു വെള്ള പേപ്പറിന് പോലും ഉണ്ടായ വർധന 100, 200, 300%. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ആ പഴയ നമ്മുടെ താരിഫ് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം നമുക്ക് വളരെ അനിവാര്യമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന 3000-ഓളം അക്ഷയ സെന്ററുകൾ, 3000 സെന്റർ എന്ന് പറയുമ്പോൾ 15,000-ഓളം ആളുകൾ ഇതിനകത്ത് ജോലിയിലുണ്ടാവും. ഇവരുടെ കുടുംബവും നമുക്ക്
ഭക്ഷണമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സേവനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ആ സേവനത്തോടൊപ്പം നമുക്ക് അർഹമായത് അംഗീകരിച്ചു തരുവാനും നമ്മുടെ ഗവൺമെന്റ് ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. അക്ഷയ സേവന നിരക്ക് പുതുക്കി നൽകുക എന്നത് അക്ഷയ സംരംഭകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. രാഷ്ട്രീയത്തിന് അനീതിതമായി ചിന്തിച്ച് സേവന നിരക്ക് കാലാനുസൃതമായി പുതുക്കേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകളാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ ഒരു സർക്കാരിനുമാവില്ല. കാഞ്ഞങ്ങാട് ഹോസ്ദുർ കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PDA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് K. റാം സ്വാഗതം പറഞ്ഞു. ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP മുഖ്യഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അക്ഷയ സംരംഭകരുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അക്ഷയ സംരംഭകർക്കു വേണ്ടി എൻ്റെ ഭൂമി എന്ന വിഷയത്തിൽ പ്രദീപ് മംഗലത്ത് ക്ലാസ് എടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരവിന്ദ് K. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മഞ്ജുഷ PV സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫേസ് അക്ഷയ കെയർ ചെയർമാൻ ജഫേസൻ മാത്യു, ഫേസ് സംസ്ഥാന നേതാക്കളായ ബിജു K, സുധിൽ മുണ്ടാണി, അബ്ദുൽ നാസർ, സാംബു KS, ഫൈസൽ A, രവീന്ദ്രൻ മുള്ളേരിയ, ദയാനന്ദ മാട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വിദേശ വിദ്യാർത്ഥികൾ അടക്കം പഠിക്കാൻ വരുന്ന അദ്ഭുത വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും MLAയുമായ സന്ദീപ് വാര്യർ പറഞ്ഞു. മാവുങ്കാൽ പ്രിയദർശിനി കലാസമിതി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ചേർന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വിദേശ വിദ്യാർത്ഥികളടക്കം പഠിക്കാൻ വരുന്ന അദ്ഭുത വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും MLAയുമായ സന്ദീപ് വാര്യർ പറഞ്ഞു. മാവുങ്കാൽ പ്രിയദർശിനി കലാസമിതി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ചേർന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അങ്ങനെ ഏത് രംഗത്താണെങ്കിലും കാസർകോട്ടെ ജനതയ്ക്കാണ് കാര്യങ്ങളായിട്ട് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ആ പണിഷ്മെന്റിൽ നിന്നൊരു മോചനം കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാസർകോട്ടേക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ആ പണിഷ്മെന്റ് ജില്ല എന്ന കാസർകോട്ടിന്റെ ദുഷ്പേര് ഇത്തവണ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട. ഏറ്റവും മികച്ച ആളുകൾ അത് ബ്യൂറോക്രസിയിലൊക്കെ വരാൻ വേണ്ടി ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് അത് അതീവ ശ്രദ്ധാലുവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സിനെ തരണം. അതുപോലെ തന്നെ ഇവിടെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, പുതിയ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ DCCയുടെ ലീഡർഷിപ്പിനും UDF ലീഡർഷിപ്പിനും ഒപ്പം ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഇത്തവണ കാസർഗോഡ് ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കും അടുത്ത 5 വർഷക്കാലം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ആഗോള മാറ്റങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും മുന്നേറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാസമിതി പ്രസിഡന്റ് നാരായണൻ കാട്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ വിജയികളെ അനുമോദിച്ചു. തിരുനെല്ലൂർ അവാർഡ് ജേതാവും കവിയും അധ്യാപകനുമായ നാലപ്പാടം പത്മനാഭനെ PK ഫൈസൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അബ്ദുൾ ഷഹീദ് MP-യെ DCC പ്രസിഡന്റ് ഉപഹാരം നൽകി അനുമോദിച്ചു. SLC, +2 വിദ്യാർത്ഥികളായ 60 കുട്ടികൾ രാജീവ് പുരസ്കാർ DCC പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ C രത്നാകരൻ, സംസ്കാര സാഹിതി ജില്ലാ കൺവീനർ ദിനേശൻ മൂലക്കണ്ടം എന്നിവർ സംസാരിച്ചു. കലാവേദി ജനറൽ സെക്രട്ടറി ഗദാഫി മൂലക്കണ്ടം സ്വാഗതവും ട്രഷറർ വിനു മൂലക്കണ്ടം നന്ദിയും പറഞ്ഞു. അവാർഡ് ജേതാവ് നാലപ്പാടം പത്മനാഭൻ ആദരവിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് റോട്ടറി പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി റോട്ടറി അംഗങ്ങൾക്കായി കാഞ്ഞങ്ങാട് റോട്ടറി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് മേനോൻ രൂപകൽപ്പന ചെയ്ത 7 മുൻഗണനാ പദ്ധതികളിൽ ഒന്നായ എന്റെ നഗരം ആരോഗ്യ നഗരം എന്ന പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ നീലേശ്വരം, കാഞ്ഞങ്ങാട്, മിഡ് ടൗൺ എന്നീ റോട്ടറി ക്ലബ്ബുകളുടെ സഹകരണത്തോടെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സാരഥികൾ ഡോക്ടർ രാജീവ് സുരേഷ്, അഡ്വക്കേറ്റ് മനോജ്, അതുപോലെ തന്നെ അഞ്ചാർ ഡോക്ടറും വിനോദും ഉൾപ്പെടെയുള്ള റോട്ടറിയുടെ മുൻകാല റോട്ടറി അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തതോടെ ഷൂട്ടൌട്ട് ആവേശകരമായി. റോട്ടറി ഡിസ്ട്രിക്ട് സെക്രട്ടറി PV സുജിത് കുമാർ, ട്രഷറർ PE ഷാജിദ്, ഗവർണർ എയ്ഡ് പ്രജീഷ് അപ്പുക്കുട്ടൻ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ B യതീഷ് പ്രഭു, കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A മനോജ് കുമാർ, സെക്രട്ടറി ഡോക്ടർ രാജശ്രീ സുരേഷ്, മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് K രമേശൻ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കൃഷ്ണപ്രവീൺ, മുൻ പ്രസിഡന്റ് ജയേഷ് K ജനാർദ്ദനൻ, ഡോക്ടർ MR നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വനിതാ ലീഗ് ഭാരവാഹികളുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ലീഗ് ട്രഷറർ ഷാഹിദ അഷ്റഫ് പടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വനിതാ ലീഗ് ഭാരവാഹികളെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ലീഗ് ട്രഷറർ ഷാഹിദ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി അവർ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ അപ്ലിക്കേഷനൊക്കെ നൽകി കാത്തിരിക്കുന്ന ഈ സമയത്ത് കാരണം ആ കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വനിതാ ലീഗിന്റെ കീഴിൽ ഇങ്ങനെ ഒരു അനുമോദനം നൽകണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഇന്ന് വിളിച്ചു ചേർത്ത ഈ പരിപാടിക്ക് ജില്ലാ വനിതാ ലീഗിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ, ജില്ലാ വനിതാ ലീഗ് ഭാരവാഹികളായ സുമയ്യ TK, ആയിഷ ഫർസാന, KMCC നേതാക്കളായ KK സുബൈർ, ഉസ്മാൻ ഗലീജ്, യാക്കൂബ്, ഇബ്രാഹിം പള്ളിക്കര, വനിതാ ലീഗ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ പടന്ന എന്നിവർ സംസാരിച്ചു. ലഹരി ഉപയോഗം കുടുംബത്തിനും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ചും ക്ലാസിൽ വിശദമായി പ്രതിപാദിച്ചു. തുടർന്ന് SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോകൾ നൽകി അനുമോദിച്ചു. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാങ്ക് ദേശസാത്കരണത്തിന്റെ 57ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും ബാങ്ക് ജീവനക്കാരുടെ മക്കളിൽ മത്സര പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുള്ള 50ഓളം ബാങ്ക് ജീവനക്കാരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 57ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും ബാങ്ക് ജീവനക്കാരുടെ മക്കളിൽ മത്സര പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുള്ള 50ഓളം ബാങ്ക് ജീവനക്കാരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും പങ്കെടുത്തു. AKBEF ജില്ലാ ചെയർമാൻ PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ആനന്ദ് MK സ്വാഗതം പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത AKBEF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N വിനോദ് കുമാർ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുന്നതിൽ ബാങ്ക് ദേശസാൽക്കരണം വഹിച്ച ചരിത്രപരമായ പങ്ക് വിശദീകരിച്ചു. 1964 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നത്. ആ തിരുവനന്തപുരം വെച്ച് നടന്ന മീറ്റിംഗിൽ 2 പ്രധാന തീരുമാനങ്ങൾ, നമ്മുടെ പ്രമേയങ്ങളായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത്. നമ്മുടെ മീറ്റിംഗിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായി ഗവൺമെന്റിന് മുമ്പിൽ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത്, അത് നമ്മുടെ ജീവനക്കാർക്ക് മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും ഇപ്പോൾ 13ാമത്തെ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെന്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ബാങ്ക് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബാങ്ക് ഈ BPS ബൈപാർട്ടൈറ്റ് സെറ്റിൽമെന്റുകളുടെ രൂപീകരണം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതും ട്രിവാൻഡ്രം മീറ്റിംഗിലാണ്. അതേ തുടർന്ന് 1969 ഈ തീരുമാനം ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൈക്കൊള്ളുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു അതിന്റെ ഗുണവശങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത് 80% ഇന്ത്യയുടെ എക്കോണമിക്ക് സംഭാവന ചെയ്തിരുന്ന കാർഷിക മേഖലയെ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് മനസ്സിലാവാൻ. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ 80% സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ് എങ്കിൽ ഈ ബാങ്കിങ് മേഖലയിൽ നിന്ന് കാർഷിക മേഖലയ്ക്ക് നീക്കി വെച്ചിരിക്കുന്ന തുക 2% 1968. ഗ്രാമീണ പൊതുമേഖലാ ബാങ്കുകൾ നൽകിയ സംഭാവനകൾ അദ്ദേഹം എടുത്തു പറയുകയും പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുന്നതിന് രാജ്യത്തിന്റെ വികസന പാത സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്നും അഭിപ്രായപ്പെട്ടു. ജില്ലാ സെക്രട്ടറി KV ഗംഗാധരൻ, ജില്ലാ വനിതാ കൺവീനർ ലതാ P, തരംഗം സെക്രട്ടറി ഹരിശങ്കർ VV എന്നിവർ സംസാരിച്ചു. ലക്ഷ്മി K ദേശസാൽക്കരണത്തെയും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള കവിത ആലപിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത OV നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാന പൂരക്കളി അക്കാദമിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പൂരക്കളി യൂണിറ്റിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ദേവസ്ഥാനത്ത് വെച്ച് നടന്നു. മെമ്പർഷിപ്പ് പ്രവർത്തനം പൂരക്കളി അക്കാദമിയുടെ സംസ്ഥാന സെക്രട്ടറി രഘുനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധാകരൻ എന്നിവർ ചേർന്ന് ദേവസ്ഥാന ആചാരസ്ഥാനികനും പൂരക്കളി കലാകാരനുമായ സുരേന്ദ്രൻ കാരണവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പൂരക്കളി അക്കാദമിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പൂരക്കളി യൂണിറ്റിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു. ദേവസ്ഥാനത്ത് വെച്ചാണ് ഉദ്ഘാടന പരിപാടി നടന്നത്. മെമ്പർഷിപ്പ് പ്രവർത്തനം പൂരക്കളി അക്കാദമിയുടെ സംസ്ഥാന സെക്രട്ടറി രഘുനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധാകരൻ എന്നിവർ ചേർന്ന് ദേവസ്ഥാന ആചാരസ്ഥാനികനും പൂരക്കളി കലാകാരനുമായ സുരേന്ദ്രൻ കാരണവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന് വിവിധ അമ്പലങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയിലാണ് രാവിലെ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നടന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ പൂരക്കളി കലാ അക്കാദമി പറഞ്ഞാൽ വിവിധ സംശയങ്ങളുണ്ട് ഈ പെൻഷൻ്റെ കാര്യത്തിൽ മറ്റെങ്കിലും.
ചടങ്ങിൽ അമ്പല കമ്മിറ്റി സെക്രട്ടറി നിതീഷ് കെ വി, പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു, ട്രഷറർ വിജേഷ് കണ്ടത്തിൽ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജയൻ അടോട്ട്, സുഗതൻ വി വി എന്നിവരും കൂടാതെ നാരായണൻ പള്ളിക്കാപ്പിൽ, കുഞ്ഞിക്കണ്ണൻ കേളോത്ത് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. യൂണിറ്റിൽ 50 മെമ്പർഷിപ്പ് ചേർക്കാൻ ധാരണയായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി നടന്നു. മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി നടന്നു. മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. ഒന്ന് കഴിഞ്ഞ് എപ്പോഴും അതിനെ ഓർത്ത് നമുക്ക് പിന്നോട്ട് പോയിക്കാൻ നമുക്ക് വരുന്ന ഒരുപാട് നല്ല അവസരങ്ങളായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും പോസിറ്റീവായിട്ടുള്ള രീതിക്ക് നമുക്ക് മുന്നോട്ട് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത് ഉറപ്പാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അത് ഇപ്പോൾ വിചാരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എപ്പോഴും ജില്ലയിലായിട്ടാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് വിചാരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഉറപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഈ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോഴാണ് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഈ പഞ്ചായത്ത് ഏറ്റവും നല്ല റോൾ മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ പഞ്ചായത്തിലും ഈ മേഖലയിലും ഒരുപാട് നല്ല നല്ല മേഖലകളിലേക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം കൂടെ ആശംസിക്കുകയാണ്.
ഒന്നുകൂടെ നമ്മുടെ കുട്ടികളെ എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. MA ഹിസ്റ്ററി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ MP അബ്ദുൾ ഷഹീദ്, കീം പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സാരംഗ് സുനിൽ, SLC വിജയികളായ 31 പേർ, +2 വിജയികളായ 42 പേർ, LSS നേടിയ 61 പേർ, USS കരസ്ഥമാക്കിയ 14 പേർ എന്നിങ്ങനെ എല്ലാവർക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉപഹാരം കൈമാറി. ചടങ്ങിൽ സംബന്ധിച്ചവർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നതായി പരിപാടി മാറി. ചടങ്ങ് തീരുന്നതുവരെ കളക്ടറുടെ വേദിയിലെ സാന്നിധ്യവും എടുത്തു പറയേണ്ടുന്ന ഒന്നായിരുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PK മഞ്ജിഷ, K ബിന്ദു, അബ്ദുൾ കരീം, അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV കാവ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C കുഞ്ഞാമിന, പഞ്ചായത്ത് മെമ്പർമാരായ തമ്പാൻ മക്കാക്കോട്ട്, CP സുബൈർ, മുഹമ്മദ് കുഞ്ഞി, K സജി, P അർജുൻ, ഖാലിദ് അറബിക്കടത്ത്, വെള്ളിക്കോത്ത് സ്കൂൾ പ്രധാനാധ്യാപകൻ P അശോകൻ എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതവും സെക്രട്ടറി NM സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കാസർഗോഡ് ബ്രാഞ്ചും IAP കേരള ഡെർമറ്റോളജി ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിച്ച പെഡ് ഡെർമാകോൺ 2026 സംസ്ഥാനതല പീഡിയാട്രിക് ഡെർമറ്റോളജി സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധർ, ത്വക്ക് രോഗ വിദഗ്ധർ, ബിരുദാനന്തര വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനം IAP കേരള പ്രസിഡന്റ് ഡോക്ടർ നന്ദകുമാർ MK ഉദ്ഘാടനം ചെയ്തു. That is very, very important. As a pediatrician, is very, because as you know, number of pediatricians are increasing, competition increasing. Parents are coming with knowledge gained through this thing, ChatGPT, Google, YouTube, and whatnot. Because they may be knowing much better than us majority of time. So if you don't know the condition, if you are not treating or diagnose it properly, and if you are not referring to an expert at proper this exact time, definitely you will be in trouble. So it is very, very important for all pediatricians, especially youngsters, to diagnose all these suspect conditions and refer to an expert, if possible, treat it by yourself. And because my experience I will tell, because last week we had a case, it's a 45-year-old newborn, 45 days old newborn, brought to me with blister on right thigh. It's a recurrent. When I took history, from 15th day onwards, that is blister is coming and disappearing. ഉദ്ഘാടന ചടങ്ങിൽ IAP കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ മാഹിൻ P അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിൽ സംയുക്ത അക്കാദമിക് സംരംഭങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം തന്റെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. IAP കേരള ഡെർമറ്റോളജി ചാപ്റ്റർ ചെയർപേഴ്സൺ ഡോക്ടർ യശ്വന്ത് കുമാർ AM അധ്യക്ഷത വഹിച്ചു. ഡെർമറ്റോളജി ചാപ്റ്റർ കൺവീനർ ഡോക്ടർ റെനി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും വിശദീകരിച്ചു. ദൈനംദിന ശിശുരോഗ ചികിത്സയിൽ പീഡിയാട്രിക് ഡെർമറ്റോളജിയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും രോഗപരിചരണത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. IAP കേരള സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ R, NEBM പ്രതിനിധി ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ, IAP കേരള മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ B നാരായണൻ നായിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ തലത്തിൽ മികച്ച അക്കാദമികവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായി IAP കാസർഗോഡ് ബ്രാഞ്ചിന് സെൻട്രൽ IAP അവാർഡ് സമ്മാനിച്ചു. തുടർന്ന് ആരംഭിച്ച ശാസ്ത്രീയ സെഷനുകളിൽ ഡോക്ടർ സ്മിത മുരളി നവജാത ശിശുക്കളിലെ ത്വക്ക് രോഗങ്ങൾ, പ്രൊഫസർ ഡോക്ടർ ശ്രുതി കീർത്തി D ഷേണോയ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിലെ പുതിയ അപ്ഡേറ്റുകൾ, പ്രൊഫസർ ഡോക്ടർ നജീബ റിയാസ് കുട്ടികളിലെ മുടിയുടെയും നഖത്തിന്റെയും രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ഡോക്ടർ റഹീമ കുട്ടികളിലെ സാധാരണ പിഗ്മെന്ററി രോഗങ്ങളെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഡോക്ടർ ഗോപി മോഹൻ R മോഡറേറ്ററായ കുട്ടികളിലെ സാധാരണ ത്വക്ക് അണുബാധകളും പരാന്നഭോജി രോഗങ്ങളും എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ച സമ്മേളനത്തിന്റെ പ്രധാന ആകർഷങ്ങളിലൊന്നായിരുന്നു. അനീഷ P ബിന്ദഗതി കൗമാരപ്രായക്കാരിലെ ത്വക്ക് പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി.
ഡോക്ടർ രാകേഷ് SV മോഡറേറ്ററായ പീഡിയാട്രിക് ഡെർമറ്റോളജി പോട്ട്പുരി സെഷനിൽ ടോപ്പിക്കൽ സ്റ്റിയോയിഡ് ചികിത്സ, സൺസ്ക്രീൻ ഉപയോഗം, പീഡിയാട്രിക് ഡെർമറ്റോളജിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോളജിക്സ്, കുട്ടികളിലെ സോറിയാസിസ്, ആർട്ടിക്കേറിയ തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം ഡോക്ടർ SR നരഹരി അവതരിപ്പിച്ച ഡെർമറ്റോളജിക്കൽ എമർജൻസികൾ എന്ന വിഷയത്തിലായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ശിശുരോഗ വിദഗ്ധരും ത്വക്ക് രോഗ വിദഗ്ധരും വിവിധ സെഷനുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധികളുടെ ആവേശകരമായ പങ്കാളിത്തം സമ്മേളനത്തെ സജീവമായ അക്കാദമിക ചർച്ചകൾക്കും വിജ്ഞാന വിനിമയത്തിനും വേദിയാക്കി. IAP കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ ഉദയ് ശ്രീനിവാസ് നന്ദി പ്രസംഗം നടത്തി. പെഡ് ഡെർമക്കോൺ 2026 വിവിധ സ്പെഷ്യാലിറ്റികൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും തുടർച്ചയായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം വീണ്ടും ഊന്നിപ്പറയുകയും കുട്ടികളിലെ ത്വക്ക് രോഗ ചികിത്സയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള IAPയുടെ അക്കാദമിക പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ ബാങ്കിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നിങ്ങളത് പരിഹാരം കഴിയാതെ ചെയ്യുന്നത് ചില ആളുകൾ ജപ്തിയുടെ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ, ഇതൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടായിരിക്കും കേട്ടുകഴിഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയത്ത് നിങ്ങൾക്ക് വീട് നോക്കണം, നിങ്ങളുടെ സ്ഥാപനം നോക്കണം. സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലെ അഭിവൃദ്ധി കൂടി നിങ്ങളുടെ ചുമതലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു തിരിച്ചറിവിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖല അനുഭവിച്ചിട്ടുള്ള വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും. വാസ്തവത്തിൽ കടലിന്റെയും ചെകുത്താന്റെയും നടുവിലായിരുന്നു കേരളത്തിലെ സഹകരണ മേഖല. കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ചെകുത്താനാണെങ്കിൽ ഇവിടെ കടൽ, രണ്ടിന്റെ നടുക്കാണ് സഹകരണ മേഖല. താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. PK വിനോദ് കുമാർ, A സുധീഷ് കുമാർ, K ഉദയഭാനു, M ശ്രീലത, K സുകുമാരൻ, NR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറയെ ആകർഷിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യയെ സഹകരണ മേഖല ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ പറഞ്ഞു. അതിന്റെ മുന്നോടിയായി വാർഷിക സമ്മേളനത്തെ തുറന്നു ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ 3 ദശകങ്ങളുമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു നിർണായക ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് വളരെ അടിപിടിയോടുകൂടി അതിന്റെ സമ്മേളനങ്ങളൊക്കെ നടത്തി നല്ല ഒരു നേതൃത്വത്തെ മുന്നോട്ട് പോകുക ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാർക്ക് പോകെ. തുടർന്ന് നടന്ന പരിപാടിയിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷിബു കടവങ്ങാനം അധ്യക്ഷത വഹിച്ചു. PK പ്രകാശ് കുമാർ, M ലത, ജയപ്രകാശ് മയീച്ച, K ബാലകൃഷ്ണൻ, U പ്രശാന്ത് കുമാർ, സുനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഒരടി ഭൂമി സമർപ്പണ നിധിയുടെ സമാപന നറുക്കെടുപ്പ് നടന്നു. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭന് ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കൊളവയിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വിഭാവനം ചെയ്ത ഒരടി ഭൂമി സമർപ്പണ നിധിയുടെ സമാപന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭൻ നിർവഹിച്ചു. എല്ലാ പെറ്റുകളെയും കൊടുത്ത് എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തന്ന
നല്ലവരായ നാട്ടുകാരോട് ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറയുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ആതുര ശുശ്രൂഷ രംഗത്തെ സംഭാവനകളെ മാനിച്ചും സമർപ്പണ കർമ്മങ്ങളോടുള്ള ബഹുമാനാർത്ഥവും ഡോക്ടർ AC പത്മനാഭനെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV ലക്ഷ്മണൻ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല ഡോക്ടർ ഗോപികുമാർ, അഡ്വക്കേറ്റ് അരവിന്ദൻ, K വേണുഗോപാലൻ നമ്പ്യാർ, ഡോക്ടർ വിജയൻ കുമ്പള ഫാർമസി, ബാബു രാജേന്ദ്ര ഷേനായി, ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട്, KV ഗണേശൻ, ജനാർദ്ദനൻ കുന്നരവത്ത്, AV കുഞ്ഞിക്കണ്ണൻ അരൈവളപ്പ്, നാരായണി കുഞ്ഞിരാമൻ, ശോഭന നായർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി K അശോകൻ സ്വാഗതവും ട്രഷറർ മഹേഷ് നന്ദിയും പറഞ്ഞു. നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും പ്രോത്സാഹന സമ്മാന വിതരണവും വിവിധ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM അജാനൂരിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിനിന്റെ ഭാഗമായാണ് അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുക, കൂടുതൽ പേരെ കൃഷിയുടെ ഭാഗമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് CPIMന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംയോജിത പച്ചക്കറി കൃഷി ക്യാമ്പയിന്റെ ഭാഗമായി അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൃഷി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ലോക്കലിനകത്തും ഇതുപോലെ പച്ചക്കറി കൃഷി തുടങ്ങുവാനും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കൃഷിയായാലും പൂവായാലും അന്യസംസ്ഥാനങ്ങളെ മാത്രമാണിപ്പോൾ ആശ്രയിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാനും നമുക്കാവശ്യമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഓണത്തിനുള്ള പൂവുകളുമൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ട് എല്ലാ തരിശുരഹിത പാടങ്ങളും കൃഷിയോഗ്യമാക്കി മാറ്റാനുള്ള ഒരു സംരംഭത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് പാർട്ടി സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള രീതിയിലേക്ക് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാ സഖാക്കളും ഇതിൻ്റെ ഭാഗമാകണം. എല്ലാ വീടിനകത്തും ഇതുപോലെ പച്ചക്കറി കൃഷി നടത്തണം. എല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ആലിങ്കാൽ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. AV പവിത്രൻ, K അനീഷ് എന്നിവർ സംസാരിച്ചു. K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വെണ്ട, പയർ, ചീര, പാവയ്ക്ക തുടങ്ങിയ വിത്തിനങ്ങളാണ് കൃഷിയുടെ ഭാഗമായി നട്ടത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടത് സർക്കാർ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ടു പോയതെന്ന് മന്ത്രി റോജി M. ജോൺ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിന്തറ്റിക് പ്രാതിനിധ്യത്തിൽ അംഗങ്ങളെ കണ്ടെത്തിയത് യോഗ്യതാ മാനദണ്ഡമാക്കിയാണെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും വഖഫ് സ്വത്തുക്കൾ RSS BJP നേതാക്കൾക്ക് കീഴിൽ തീരെഴുതിയെന്നും ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു. എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണം. കാർപ്പന്ററി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. അക്ഷയ സംരംഭകരുടെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് K നീലകണ്ഠൻ MLA. കാഞ്ഞങ്ങാട് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എൻജിനീയേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSKTU കൊടക്കാട് സെൻട്രൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.